ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിലുണ്ടാക്കണ ബിരിയാണിയാണ് ഞങ്ങളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായി എടുക്കുന്ന സാധനങ്ങൾ സബോള, തക്കാളി, പച്ചമുളക്, വേപ്പില, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഇത് പൊടിക്കാത്ത ഈ പട്ടയും ഗ്രാമ്പു സാധനങ്ങൾ അത് ബിരിയാണി റൈസിലേക്കുള്ളതാണ്. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതൊരു സ്പെഷ്യൽ മസാല നമ്മുടെ ഇതിലേക്കുള്ളതാണ്, ചിക്കൻ ഇതിലേക്കുള്ളതാണ്. അതും കൂടിയും അതിൻ്റെ പെടുന്നത്. റൈസ് ബസ്മതി റൈസ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു 7 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. കാരണം അവിടെ 6 പേരുണ്ട്. ചിക്കൻ ആദ്യം നമ്മൾ കുറച്ച് ഒരു ഹാഫ് കുക്കായിട്ട്, അതായത് ഹാഫ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ ചിക്കൻ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ടൊക്കെയാണ് പകുതി നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് പിന്നെ മസാലയുടെ ഒപ്പം ബാക്കിയുള്ളത് വേവും. അപ്പോൾ അത് നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ട് അപ്പോൾ നമ്മളിത് കോരി മാറ്റാൻ പോകുന്നത്. അത് നമ്മൾ ബാക്കി മസാലയുടെ ഒപ്പം നമുക്ക് വേവിക്കും. അപ്പോൾ ചിക്കൻ എല്ലാതും നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാ ചിക്കനും കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കോരിയിട്ട് നമുക്ക് ആ ഓയിലുണ്ടല്ലോ, അതിൻ്റെ ഇതിൽ കുറേ ഉണ്ട് ഓയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. പിന്നെ ഈ ബിരിയാണിയുടെ ഫുൾ റെസിപ്പി വീഡിയോ കോളിലൂടെ എൻ്റെ വൈഫാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചിക്കൻ നമ്മൾ വറക്കാൻ വേണ്ടി എടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നോക്കിയാ ചേരുവ കുറച്ചുകൂടി വെച്ചോ. മതിയില്ലേ? മതി. ഇനി അതിലേക്ക് എന്തൊക്കെ ഉണ്ട്? ഇതിലിപ്പോ നമ്മള് സബോള, പച്ചമുളക്, വേപ്പില, ഇതാണ് ഇപ്പൊ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് തക്കാളി, അതായത് സബോള ഒരു ഗോൾഡൻ ബ്രൗൺ ആയ സമയത്ത് തക്കാളിയും പുതിനയിലയും മല്ലിയിലയും ഇട്ടു കേട്ടോ. ഇനിയിപ്പോ അത് നന്നായിട്ട് ഇളക്കണം. അപ്പൊ ഇതിലേക്ക് നമ്മള് മസാലയും ഓൾറെഡി ഇട്ടു കേട്ടോ. അതായത് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മളിപ്പോ പൊടിച്ചു വെച്ച സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാതും ഇട്ടു. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോവാ കേട്ടോ. ഇനി ചിക്കൻ തട്ടാൻ പോവാണ്. അപ്പൊ നമ്മള് ചിക്കനും അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കണം. ഇത് നമ്മള് റൈസ് വെക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതില് നെയ്യ് ഇട്ടു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇടാൻ പോവാ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു 2 ടീസ്പൂണാണ് ഇടുന്നത് അതിലേക്ക്. 2 ടീസ്പൂൺ അതിൻ്റെ. പിന്നെ മസാല, പിന്നെ നമ്മൾ കുറച്ച് പൊടിച്ചു വെച്ച മസാല അതിടും. ഇനിയിപ്പോ ഇതിലേക്ക് അരി ഇടാൻ പോവാ കേട്ടോ. ഇത് ബസുമതി റൈസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ബസുമതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഇട്ടു, അരി ഇട്ടു. അരി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പൊ നമ്മുടെ റൈസ് റെഡിയായി. ഇനിയുള്ളത് ഇനി ഈ ചിക്കനിലേക്ക് റൈസ് ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കണം. അതുപോലെ ഈ മുന്തിരിക്കും വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ട് ദം ചെയ്തിട്ട് കുറച്ചു നേരം വെക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എടുക്കാം. അതുപോലെ അതിലേക്ക് ഒഴിക്കാനുള്ള മസാലയും ഉണ്ട്.
അപ്പോൾ അതിട്ട് ദം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആയി. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയർ റൈസ് ഇടാൻ പോവാട്ടോ. ഫസ്റ്റ് ലെയർ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം റൈസ് ഇടും. റൈസ് ഇട്ടിട്ടാണ് പിന്നെ കുറച്ച് മസാല ഇടാണ്ട് അത് ഇട്ടിട്ടാണ് ബാക്കി ചെയ്യുക. ഇതിലിപ്പോൾ നമ്മൾ എല്ലാം സെറ്റായിട്ട് ഇനി ദമ്മിടാൻ പോവാണ്. അതായത് എല്ലാതും ചിക്കൻ അടിയിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി ഇനി ദമ്മിടാൻ പോവാ. ദമ്മിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദമ്മൊക്കെ നമ്മൾ തുറന്നു, സൂപ്പർ ബിരിയാണി ഉണ്ട്. നീ കഴിച്ചു നോക്കണം, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി പാത്രത്തിലേക്ക് മിക്സ് ചെയ്യുക ചെയ്യുന്നത്, കാരണം ചെറിയ പാത്രം ആയതുകൊണ്ട് അതിലേക്ക് തട്ടാൻ പോവാ. എന്താ വിട്ട് വിട്ട് വരാം, ഒട്ടിയിട്ടില്ലേ. റൈസ് അത്രയും പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. റൈസ് നമ്മുടെ അണ്ണനായിട്ട് ചെയ്തത്, കറക്റ്റ് വേവാണ്, ഒരു ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ലേ. അത് കറക്റ്റ് വിട്ട് വിട്ട് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഫൈനലായിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ സൂപ്പർ ബിരിയാണി. നല്ല സ്മെല്ലുണ്ട്, കഴിച്ചു നോക്കിയിട്ടില്ല. നല്ല സ്മെല്ല് വെച്ചാൽ നല്ല സ്മെല്ലുണ്ട്. ഞാൻ ചിക്കൻ മിക്സ് ചെയ്യുന്നതിനേക്കാളും റൈസ് മാത്രം കഴിച്ചു നോക്കി. നല്ല ഫ്ലേവർ ഉണ്ട് റൈസിൻ്റെ. റൈസ് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സൂപ്പറായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഫുള്ള് റെഡി ആയി. ഇതാണ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള